ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ എം സ്കോട്ട് പെക്ക് ആണ് ഡിഫറെൻ്റ് ഡ്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ പെക്ക്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്ര ചിന്തകളും അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകളുമാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകളിൽ ഒന്ന് ഇവിടെ പറയട്ടെ. ഡോക്ടർ പെക്ക് സാൻ ഫ്രാൻസിസ്കോയിലെ ആർമി ജനറൽ ഹോസ്പിറ്റലിൽ സൈക്യാട്രിക് ട്രെയിനിങ് നടത്തുന്ന അവസരം, അവിടെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസിൽ പങ്കാളിയാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 12 പേരായിരുന്നു ഡോക്ടർ പെക്കിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഗ്രൂപ്പിലെല്ലാവരും മനഃശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ മറ്റ് ഉന്നത ബിരുദധാരികളോ ആയിരുന്നു. പക്ഷേ ഗ്രൂപ്പ് എക്സ്പീരിയൻസിൻ്റെ തുടക്കത്തിൽ തന്നെ പെക്കിൻ്റെ ഉന്മേഷവും ശ്രദ്ധയും നഷ്ടപ്പെട്ടു. അതിന് കാരണം അദ്ദേഹത്തിന് തൊട്ടടുത്തിരുന്ന മറ്റൊരു മനഃശാസ്ത്ര പണ്ഡിതൻ്റെ കൂർക്കം വലിയായിരുന്നു. ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആരംഭിച്ച നിമിഷം ആ പണ്ഡിതൻ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ പെക്ക് എഴുതുന്നു, അയാളുടെ കൂർക്കം വലി വർദ്ധിച്ചപ്പോൾ എൻ്റെ രോഷം ആളിക്കത്തി. അയാളോടുള്ള വെറുപ്പ് വർദ്ധിച്ചു. എനിക്ക് വളരെ അരോചകമായി തോന്നി അയാളുടെ കൂർക്കം വലി. പക്ഷേ വെറുപ്പോടുകൂടി പെക്ക് അയാളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പെക്കിൻ്റെ ചിന്താഗതിയിൽ ഒരു മാറ്റമുണ്ടായി. അദ്ദേഹം ഇങ്ങനെ എഴുതി, ഞാൻ അയാളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ അയാളുടെ കസേരയിലിരിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ ഞാൻ ആ കസേരയിൽ ക്ഷീണിതനായി ഇരുന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നതായും തോന്നി. ഈ ചിന്തകൾ ഞാൻ അറിയാതെ എന്നിൽ ഉദിച്ചപ്പോൾ എൻ്റെ ധാർമ്മിക രോഷം പെട്ടെന്ന് ഒലിച്ചുപോയി. എന്നു മാത്രമല്ല, എനിക്ക് അയാളോട് ഏറെ സഹതാപവും തോന്നി. താനും തൻ്റെ സഹജീവിയും അത്ര വ്യത്യസ്തരല്ലെന്നും സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് താൻ തൻ്റെ കസേരയിൽ ഉണർന്നിരിക്കുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നാം പലരോടും അമർഷം കൊള്ളുകയും അവരെ കുറ്റം വിധിക്കുകയും വിമർശിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുവാൻ ന്യായമായ കാരണങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എന്നിരുന്നാലും അല്പനിമിഷത്തേക്കെങ്കിലും നമ്മെ തന്നെ അവരുടെ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മുടെ ചിന്താഗതിയിൽ കാതലായ മാറ്റം വരും. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നമ്മെ പ്രതിഷ്ഠിക്കുന്നത് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അംഗീകരിക്കാനല്ല, ഇന്നും എന്നും നാം ആഗ്രഹിക്കുന്ന കരുണയും സ്നേഹവുമൊക്കെ മറ്റുള്ളവരും അർഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഈ ചിന്താരീതിയുടെ ലക്ഷ്യം.